ഓം ശാന്തി. ഇത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും ഈസിയസ്റ്റ് ആയിരിക്കുന്ന ഒരു മെത്തേഡാണ്. എത്ര തിരക്കുള്ള ഒരാൾക്കും ഒരു ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന സിമ്പിളസ്റ്റ് ആയിരിക്കുന്ന ഒരു മെത്തേഡ്. നമ്മുടെ സ്വപ്നം നമ്മളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നത് അത് നിങ്ങളതിൽ എത്ര സമയം ജീവിക്കുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ്. ഒരുപാട് തിരക്കുള്ള ആളാണ്, ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ടെൻഷനാണ്, കുറേ ആളുകളുടെ ഫോൺ കോൾ കൊണ്ട് മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണ്, എൻ്റെ ഊർജ്ജം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ സന്തോഷത്തിലെത്താൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സങ്കടത്തിൻ്റെ എത്ര രീതികളാണ് ഒരു ദിവസം സിസ്റ്റർ കേട്ടുകൊണ്ടിരിക്കണമെന്ന് അറിയോ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്നതായിരിക്കുന്ന പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ശുഭഭാവനയോട് കൂടിക്കൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ചെറിയ ടെക്നിക്ക്, ഇതിന് സമയമില്ല എന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനൊരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കോടികളുടെ സമ്പത്ത് നേടാൻ ആഗ്രഹമുണ്ടെങ്കിലും, നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും, ബന്ധങ്ങളെ ശ്രേഷ്ഠമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഡ്രീം എന്തോ അത് നേടിയെടുക്കാൻ പൂർണ്ണമായി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ടെക്നിക് 3.33. ഈ 3.33 എന്ന് പറയുന്നത് 3.33 സെക്കൻഡാണ്. മിനിറ്റല്ല, മണിക്കൂറല്ല, 3.33 സെക്കൻഡ്. അതായത് 3 സെക്കൻഡും പിന്നെ ഒരു അര സെക്കൻഡ് കൂടി അത്രേ പറയാനുള്ളൂ. അതായത് ചിന്തിക്കുമ്പോഴേക്കും കടന്നു പോകും ആ നിമിഷം, അത്രമാത്രം. അതിൽ നിങ്ങൾക്ക് ആദ്യത്തിൽ ചെയ്യുന്നൊരു സ്റ്റെപ്പ് മാത്രം കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരണം. എല്ലാത്തിനും സിസ്റ്റർ പറഞ്ഞു തരാറുണ്ടല്ലോ, പൊതുവായ ജീവിത ചിട്ട അഥവാ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദിനചര്യ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടതായിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും, നല്ല ആരോഗ്യവും നല്ല ബന്ധങ്ങളും നല്ല ധനവും എല്ലാം ആകർഷിക്കാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകം ആദ്യം അവനവനിൽ പ്രവർത്തിക്കണം. അതിലാർക്കും വിട്ടുവീഴ്ചയില്ല. അത് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഭഗവാനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കണ്ണു തുറക്കുക. ഈശ്വരൻ്റെ മഹാവാക്യങ്ങളെ, നല്ല കാര്യങ്ങളെ കേട്ടും വായിച്ചും പഠിച്ചും കൊണ്ടൊരു ദിവസം ആരംഭിക്കുക. മനസ്സിന് പോസിറ്റീവ് തോട്ട്സിൻ്റെതായിട്ടുള്ള ഫുഡ് കൊടുത്തുകൊണ്ട് മനസ്സിനെ ശക്തിശാലിയായിട്ടുള്ളൊരു ദിവസം ആരംഭിക്കുക. ദിവസത്തിൽ പല സമയം ട്രാഫിക് കൺട്രോൾ എന്ന് പറയും. എങ്ങനെയാണോ വലിയ തിരക്കുള്ളതായിട്ടുള്ള സിറ്റീസിലൊക്കെ നമ്മൾ ട്രാഫിക് കൺട്രോൾ ഉണ്ടായിരിക്കുമല്ലോ, അതിലൂടെ അപകടമില്ലാതെ കടന്നു പോകാൻ വഴിയൊരുക്കും പോലെ മനസ്സിനുള്ളിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഭഗവാൻ പഠിപ്പിക്കുന്ന ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഉണ്ട്, ട്രാഫിക് കൺട്രോൾ എന്ന് പറയും. രാവിലെ 7 മണിക്ക്, 10:30, 12 മണിക്ക്, വൈകിട്ട് 5:30, 7:30, രാത്രി 9:30 ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ്. റെഗുലറായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്, ജൈവ ഘടികാരം ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കൽ അലർട്ടാക്കും. അതായത് വളരെ തിരക്കായിട്ട് ജോലി ആരംഭിക്കുന്ന സമയത്ത് 10:30 സമയം നിരന്തരമായി ചെയ്യുന്നുവെങ്കിൽ ആദ്യം പാട്ടിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടോടെ ചെയ്തു തുടങ്ങിയാലും റെഗുലറായി ചെയ്യാൻ തുടങ്ങുമ്പോൾ 10:30 എന്ന ജൈവ ഘടികാരം നമ്മളോട് പറയും. ആ സമയത്ത് 2 മിനിറ്റ് ഭഗവാൻ ഓർക്കാൻ പറ്റിയാൽ, വളരെ തിരക്കാണോ 1 മിനിറ്റ് ഭഗവാനെ ഓർക്കാൻ പറ്റിയാൽ, ഓർക്കുക മീൻസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കലൊന്നുമല്ല. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യണേ ചെയ്തോളൂ, മനസ്സ് ഭഗവാനിൽ കണക്റ്റഡ് ആക്കി വെക്കുക. അതുപോലെ തന്നെ 12 മണി സമയത്ത് സാധിക്കുമെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾക്കൊന്നും ചെയ്യാതിരുന്ന് ചെയ്യാൻ പറ്റുമോ? വളരെ നല്ലതാണ്. 1 മിനിറ്റ് നേരത്തെ അഭ്യാസം മണിക്കൂറുകളോളം നമ്മുടെ മനസ്സിനെ പവറാക്കാൻ സഹായിക്കുന്നു. അതിനെ ട്രാഫിക് കൺട്രോൾ എന്നാണ് നമ്മൾ പറയാറ്. മനസ്സിൻ്റെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കുന്ന മെത്തേഡ്. പിന്നെ സായം സന്ധ്യ, ഭക്തിയിലും ഭഗവാനെ ഓർക്കുന്നതായിരിക്കുന്ന നിമിഷം, റിലാക്സ് ചെയ്യുന്ന നിമിഷം മനുഷ്യന്മാർ. ആ സമയത്ത് പെർഫെക്റ്റ് റിലാക്സേഷൻ, കണക്ഷൻ വിത്ത് ദ ഗോഡ്, ഈശ്വരനുമായിട്ട് കുറച്ച് സമയം, ഏറ്റവും നല്ല ഏറ്റവും സുഖം തരുന്ന വ്യക്തിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഈവനിങ് മെഡിറ്റേഷൻ, രാത്രി ഭഗവാന്റെ കൂടെ ഈശ്വരൻ്റെ ഓർമ്മയിലിരുന്ന് ഭഗവാന് കത്തെഴുതി മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇല്ലാതാക്കി മെഡിറ്റേറ്റ് ചെയ്ത് റിലാക്സ്ഡായി ഒരു പവർഫുൾ സ്നാപ്പ് അല്ലെങ്കിൽ പവർഫുൾ ആയിരിക്കുന്ന ഉറക്കം, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുക. ഇത് ഒരു പെർഫെക്റ്റ് ദിനചര്യയാണ്. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. മുന്നും ഇതിനെക്കുറിച്ചൊരു വീഡിയോ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിനചര്യ കൃത്യമാകുമ്പോഴാണ് നമ്മുടെ ജൈവ ഘടികാരം അനുകൂലമാക്കും.
സബ് കോൺഷ്യസ് മൈൻഡിന് സുഖം ലഭിക്കാൻ തുടങ്ങും. അവിടെ ഹീലിംഗ് ഓട്ടോമാറ്റിക് നടക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. വേണമെങ്കിൽ 21 ദിവസം മാത്രം ഈ രീതിയിൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ദിനചര്യ കൊണ്ടുപോയി നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള മാറ്റം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ബന്ധങ്ങളിലും കർമ്മരംഗത്തും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് ചെയ്തു നോക്കണം. പിന്നെ ഇതൊക്കെ നിങ്ങളെ ശ്രേഷ്ഠമായ രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഒപ്പം നമുക്ക് എൻ്റെ ഇന്നത്തെ ലൈഫിൽ, ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് നേടിയെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ആവശ്യത്തിന് ധനം വേണ്ടിയുണ്ടാവും, രോഗങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ കലിയുഗത്തിലെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ മക്കളാവാം, ചിലപ്പോൾ ഹസ്ബൻഡാവാം, ചിലപ്പോൾ വൈഫാവാം, ചിലപ്പോൾ ഇൻലോസ് ആയിരിക്കാം, എവിടെന്നെങ്കിലുമൊക്കെ സംബന്ധങ്ങളിലെ സംഘർഷം അത് പതിവായൊരു ഫാക്ടറായിട്ട് കാണുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു ഫ്രീഡം വേണ്ടേ നമുക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ്ഡ് ആയിക്കൊണ്ട് പ്രശ്നരഹിതമായിക്കൊണ്ട് സുഖമായിട്ട് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് സിസ്റ്റർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം പോയിന്റിലേക്ക് വരികയാണ്. 3.33 മീൻസ് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് അത്തരത്തിൽ എനിക്ക് വേണ്ട കാര്യം എന്തെന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത് ആണെങ്കിലും ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ കൊണ്ട്, ഈ സംബന്ധങ്ങളിലെ സംഘർഷം വരുമ്പോൾ തന്നെത്താൻ നമ്മുടെ ഏകാഗ്രതയൊക്കെ കുറഞ്ഞു പോകുമല്ലോ. ഈ മനസ്സ് കുത്തുന്ന വാക്കുകൾ കൊണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഭഗവാനോട് സംസാരിക്കുമ്പോഴേക്കും കണ്ണിന്നിങ്ങനെ കുളൂടാ വെള്ളം ഒഴുകുന്നുണ്ടായിരിക്കും. അവരുടെ കണ്ണിൽ അവരുടെ വാക്കുകൾ, അവർ പറഞ്ഞ വേദനകൾ, ഇതൊക്കെ വേദനകളൊക്കെ പൊന്തി വരാൻ തുടങ്ങും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യം, ഏതിൽ നിന്നാണോ നിങ്ങൾക്ക് രക്ഷ വേണ്ടതായിരിക്കുന്ന കാര്യം, ആ കാര്യത്തിൻ്റെ ഇല്ലാത്തൊരവസ്ഥേനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് എന്നെ ഒരാൾ സ്ഥിരമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ച് അവരെന്നോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറിയ നിമിഷത്തെ ഓർമ്മിക്കാം. അവരങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ തുടങ്ങുന്ന നിമിഷം, അത് ഓർക്കാൻ പറ്റുന്ന സമയം, ആ സമയങ്ങളൊക്കെ 3 സെക്കൻഡ് 3.33 സെക്കൻഡ്. ഇനി നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ, 3 സെക്കൻഡ് 33 നിമിഷവും അത്രയും സമയം അതൊന്ന് വിഷ്വൽ ചെയ്യുക. ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിൽ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാകുമ്പോൾ അത് ഓർക്കാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിൽ, എനിക്കിപ്പോൾ കിട്ടേണ്ടതായിരിക്കുന്ന എമർജൻസി ഒരു എമൗണ്ട് ആണെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൻ്റെ മുഹൂർത്തം, എനിക്ക് രോഗം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന് അതിജീവിച്ച് ഞാൻ ചെയ്യുമുണ്ടാവുന്ന ഒരു നിമിഷം, ഇതിന് രാവിലത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഇത് കുറച്ച് 5-10 മിനിറ്റ് എടുത്തുകൊണ്ട് ആനന്ദിച്ച് അനുഭവിക്കണം കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനുഭൂതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മളെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരാൾ വല്ലാണ്ട് വഴക്ക് പറഞ്ഞ് വിഷമിച്ചൊരു കാര്യം ഓർക്കുമ്പോഴേ ആ കാര്യം പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ഫീലിംഗ് നിന്നുള്ളിൽ ആക്റ്റീവ് ആവില്ലേ. കണ്ണൊക്കെ നിറയുക, പെട്ടെന്ന് എന്താ പറ്റിയേ, മുഖം വാടിയേ, പെട്ടെന്ന് എന്താ പറ്റിയേ, കണ്ണ് നിറഞ്ഞെന്നൊക്കെ ചോദിക്കാറില്ലേ. കണ്ണ് നിറയാൻ പോലും സെക്കൻഡ്സിൻ്റെ സമയം മതി. അതായത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ ആ കാര്യത്തെ അതുപോലെ പുനർജീവിപ്പിക്കാൻ വേണ്ടി സെക്കൻഡ്സിൻ്റെ സമയമേ വേണ്ടൂ. അപ്പോൾ എന്ത് ചെയ്യണം, എന്താണോ വേണ്ട കാര്യം ആ കാര്യത്തിൽ രാവിലത്തെ മെഡിറ്റേഷൻ കഴിയുന്ന സമയത്ത് കുറച്ച് സമയം ജീവിക്കുക. അത് നല്ല റിലേഷൻഷിപ്പിൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്സിനെ ഓർമ്മിക്കുക, അവരിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള കെയറിങ് ആൻഡ് ലവ് ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷനെ പവർഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്തതായിരിക്കുന്ന കാര്യത്തെ ആ ഇമോഷണലി ചാർജറായിട്ട് ആനന്ദിച്ച്, സാധിക്കുമെങ്കിൽ ആനന്ദം കൊണ്ട് കണ്ണീര് വരെങ്കിൽ വന്നോട്ടെ, അത്രയും ഡീപ്പ് എക്സ്പീരിയൻസ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കിക്കോ, നിങ്ങളത് ഓർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജായിട്ട് വരും. ആ നിമിഷം നിങ്ങൾക്കൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യം പറ്റുന്നു അപ്പോഴൊക്കെ നന്നായിട്ട് ശ്വാസം വലിക്കുക. ഓർമ്മിക്കുന്ന സമയത്ത് ശ്വാസം വലിച്ചു, അടുത്ത സെക്കൻഡ്സിൽ ഞാനത് കണ്ടു കഴിഞ്ഞു, എൻ്റെ ഭഗവാന്റെ ഒപ്പമുള്ളത് ബെസ്റ്റ് മൊമെൻറ്റ്സ്, ആനന്ദം കൊണ്ട് കഴിഞ്ഞു, ഇത്രയും മതി. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും കാര്യത്തിലേക്ക് പോയിക്കോ, നോ പ്രോബ്ലം. പക്ഷേ ആ ഇമോഷണലി പവർഫുള്ളായിട്ട് ചാർജ്ഡായി ആ മൊമെൻറ്റ്സിൻ്റെ ആനന്ദം അതൊരിക്കലും നമുക്ക് പറയാനാവുന്നതല്ല. ആ ഒരു മൊമെൻറ്റ്സ് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുള്ള എനർജി അത് അൺലിമിറ്റഡ് ആണ്.
ആ എനർജിയിൽ 3.33 സെക്കൻഡ്സ് മാത്രം നിങ്ങൾ നിന്നാൽ മതി. എത്ര തവണ പറ്റുന്നു അത്ര തവണ ആവർത്തിച്ചോളൂ. എത്ര കൂടുതൽ തവണ ആവർത്തിക്കുന്നുണ്ടോ അത്രയും വേഗം ആ ഡ്രീം നിങ്ങളിലേക്ക് വരും. സിമ്പിൾ ടെക്നിക്കാണ് 3.33 എന്നതായിരിക്കുന്ന സമയം. ഇതിന് സമയമില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ, ആർക്കും കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആഗ്രഹമുണ്ടെങ്കിൽ പലതവണ ഓർമ്മിക്കുന്നത് ഒരു പ്രയാസമേ ആവില്ല. അതുകൊണ്ട് പലതവണ ഓർത്തുകൊണ്ട് വളരെ വേഗം നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.